ഞങ്ങളെ സ്വീകരിച്ചിടുമേ. ഞങ്ങൾ വരുന്നു താതാ നിൻ സവിധേ. സ്വീകരിച്ചിടുമേ, ഞങ്ങളെ സ്വീകരിച്ചിടുമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിന് രക്ഷിക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരിഗണനത്തിന് ബലഹീനരായ ഞങ്ങളെ ശ്രദ്ധരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിന്റെ പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുമാലനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിഞ്ഞുകൂടി നിൽക്കുന്ന സമയം നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു.
സകലത്തിന്റെയും നാഥ എന്നേക്കും. സ്തുതി ഞങ്ങൾ പാടുന്നു. എന്റെ കർത്താവേ, സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രസിക്കുന്നവനും ജീവനെത്തിയും പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയെ സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്ഥരം ശ്രമിക്കുന്നതിനും കേൾക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴിയാൽ ശരീരങ്ങൾക്ക് പകരിക്കുന്ന സ്നേഹവും ശരണവരക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രൻ പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിശ്ചിതാന്തിനെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ ഇവിടെ വരവേൽപ്പിക്കുന്നതുമായ കാര്യം ഇതാണ്. കർത്താവായ ഈശോ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് ഹൃദയമർപ്പിച്ച ശേഷം മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാകുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുകയും. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രമെടുത്ത് അരുളി ചെയ്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുകയും. അതുകൊണ്ട് ഈ അപ്പം നിങ്ങൾ ഭക്ഷിക്കുകയും ഈ പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം അവൻ വരുന്നത് വരെ കർത്താവിൻ്റെ മരണം പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ കുറ്റക്കാരനായിരിക്കും. അതുകൊണ്ട് ഓരോ മനുഷ്യനും സ്വയം എങ്ങനെയാണ് ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നത് എന്ന് പരിശോധിക്കട്ടെ. കാരണം ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്നെ തന്നെ ന്യായവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. ഇതിനാൽ നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമാവുകയും മറ്റനേകർ മരിച്ചു പോവുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധമായും സ്തുതി ഉയരട്ടെ. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ആരെങ്കിലും ഈ അപ്പത്തിൽ ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാകുന്നു. അപ്പോൾ ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. ഭക്ഷിക്കുവാൻ നമുക്ക് തൻ്റെ ശരീരം നൽകുവാൻ ഇവൻ എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും
അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിൽ ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാകുന്നു, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവും. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിൽ, ഞാൻ അവനിൽ വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗ്ഗത്തിൽ ഇറങ്ങി വന്ന അപ്പമാകുന്നു. പിതാക്കന്മാർ മന്ന ഭക്ഷിക്കുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കഫർനാമിലെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇത് പറഞ്ഞത്. നമ്മുടെ പിതാവായ യേശുവിനെ സ്തുതി. ഈശോസിനായി ഏറ്റവും സ്നേഹിക്കപ്പെട്ട അൻപി പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മളൊക്കെ ഇന്ന് ദേവാലയത്തിലായിരിക്കുക നമ്മുടെ അൻപിയുടെ ആദിർഭാഗ സ്വീകരണത്തിനും സ്ഥൈര്യലേപനത്തിനും വേണ്ടിയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, സീറോ മലബാർ സഭയിൽ ഈ അടുത്ത കാലത്ത് പ്രവേശിക ഉദാസുകൾ എന്ന് പറയുന്ന 3 ഉദാസുകൾ മാമോദീസായുടെ സമയത്ത് ഒരു കുഞ്ഞ് സ്വീകരിക്കുന്ന ഉദാസുകളാണ്. എന്ന് പറഞ്ഞാൽ മാമോദീസായും സ്ഥൈര്യലേപനവും വിശുദ്ധ കുർബാനയും ഈ 3 ഉൾച്ചേരുന്നതാണ് പ്രവേശക ഉദാസുകൾ എന്ന് പറയുന്നത്. എന്നാൽ അൻപി ലാറ്റിൻ സഭയിൽ മാമോദീസ സ്വീകരിച്ച വ്യക്തിയായതുകൊണ്ട് ആ ക്രമത്തിൽ സ്ഥൈര്യലേപനം ഇല്ല എന്ന് നമുക്കറിയാം. അതിനാൽ ഇന്ന് ആദ്യ പാനീയവും സ്ഥൈര്യലേപനവും അൻപി ഇന്ന് സ്വീകരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്നേ ദിനത്തിൽ വളരെ ഒരുക്കത്തോടും ഒത്തിരിയധികം തീക്ഷ്ണതയോടും സന്തോഷത്തോടു കൂടിയാണ് അൻപി ഈ ദേവാലയത്തിൽ ഇപ്പോൾ ആയിരിക്കുക എന്ന് നമുക്കറിയാം. കാരണം ഒത്തിരി നാളുകൾ അവൾ ആഗ്രഹിച്ചിരുന്നു ആദ്യ കുർബാന സ്വീകരിക്കാൻ വേണ്ടി. എങ്കിലും അവളുടെ പിതാവ് പുറത്ത് ആയതുകൊണ്ട് അതിന് അവർക്ക് സാധിച്ചില്ല. എങ്കിലും തമ്പുരാൻ്റെ തിരുഹിതം ഇന്ന് ഈ സമയത്ത് ആദ്യ കുർബാന സ്വീകരിക്കുകയും സ്ഥൈര്യലേപനം സ്വീകരിക്കുകയും ചെയ്യുക എന്നതായിരുന്നു. അതിന് നമുക്ക് തമ്പുരാന് പ്രത്യേകമായിട്ട് നന്ദി പറയാം. ഈ ദിവസം പ്രത്യേകമായിട്ട് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിൽ യേശുനാഥന് ഇന്ന് നമ്മുടെ ഈ കുഞ്ഞിലൂടെ അവരുടെ കുടുംബത്തിൽ വന്ന് പാടുകയാണ്. അപ്പോൾ ആ ഒരു ഇപ്പോൾ എപ്രകാരം തീക്ഷ്ണതയുണ്ടോ, എത്രമാത്രം തമ്പുരാനെ സ്വീകരിക്കാൻ ആഗ്രഹമുണ്ടോ, അത് ജീവിതത്തിൽ എന്നും പുലർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും ജീവിതത്തിൽ ആ തീക്ഷ്ണതയും ആ ആഗ്രഹവും ഒരുക്കവും ഒക്കെ നമുക്ക് ഈ ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുറച്ച് നാളുകളിലെ പലരിലും കാണുന്നുള്ളൂ എന്നുള്ളത് ഒരു ദുഃഖസത്യമാണ്. അതുകൊണ്ട് നമുക്കറിയാം, ഒരു അതിഥിയെ സ്വീകരിക്കാനായിട്ട് എത്രമാത്രം നമ്മൾ ഒരുങ്ങുന്നുണ്ട്. ഒരു വീട്ടിൽ നമ്മൾ ഇന്ന് ഈശോയെ സ്വീകരിക്കുന്ന ഈ ദിനം ഒത്തിരിയധികം അനുഗ്രഹപ്രദമാകാൻ നമ്മുടെ ബന്ധുക്കളെല്ലാം വിളിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വീട് മനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിലുമൊക്കെ ഒരു പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ അല്ലെങ്കിൽ ഒരു മെത്രാനിച്ചനോ ഒക്കെ നമ്മുടെ ദേവാലയത്തിലേക്ക് വരുമ്പോൾ എപ്രകാരം എത്രമാത്രം ഒരുക്കത്തോടു കൂടെയാണ് അവരെയൊക്കെ സ്വീകരിക്കുക. അപ്പോൾ അവരൊക്കെ മനുഷ്യരായിട്ടുള്ള വ്യക്തികളാണ് എങ്കിൽ തമ്പുരാനെ സ്വീകരിക്കാൻ എത്രമാത്രം ആഗ്രഹം ഒരു വ്യക്തിക്കുണ്ടായിരിക്കണം എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ചിന്തിക്കുക, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ തമ്പുരാനെ അനുദിനം വിശുദ്ധ ബലിയിൽ സ്വീകരിക്കുന്നവരായി നമ്മൾ എത്രമാത്രം തീക്ഷ്ണതയോടുകൂടെയാണ് അത് സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ തമ്പുരാനെ സ്വീകരിക്കുവാനായിട്ടുള്ള ഒരുക്കം ഉള്ള വ്യക്തികളായിട്ടാണോ ഞാൻ ഈ തമ്പുരാനെ സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ ഇന്ന് ഈ ആദികുർബാന സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും വിചിന്തനം ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തമ്പുരാൻ എന്ന് പറയുന്ന ദിവ്യകാരുണ്യനാഥനായിട്ട് ഇന്ന് നമ്മുടെ സന്നിധിയിൽ വരുന്നുണ്ടെങ്കിൽ ആ തമ്പുരാനിൽ ആഴമായ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളുണ്ടായാലും എല്ലാം തമ്പുരാനിൽ അർപ്പിക്കാനായിട്ടുള്ള ഒരു മനോഭാവമാണ് നമ്മൾ സ്വന്തമാക്കേണ്ടത്. നമുക്കറിയാം, ഈശോ നമുക്ക് നൽകിയ വലിയ ഒരു സമ്മാനമാണ് ദിവ്യകാരുണ്യം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളൊരു സമ്മാനം ഒരു വ്യക്തിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്ന് പറയുന്നത് ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഒരിക്കലും ഒരു വ്യക്തിയെ സ്നേഹിക്കാത്ത ഒരു വ്യക്തി ഒരിക്കലും സമ്മാനങ്ങൾ കൈമാറില്ല എന്ന് നമുക്കറിയാം. അതുപോലെ ഈശോനാഥന് ഇന്ന് തൻ്റെ ശരീരവും രക്തവും നമുക്ക് ഈ കുഞ്ഞിന് സമ്മാനമായിട്ട് നൽകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മനുഷ്യവംശത്തിന് സമ്മാനം നൽകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ മനുഷ്യവംശത്തെ അത്രമാത്രം തമ്പുരാൻ സ്നേഹിച്ചത് കൊണ്ടാണ്.
അതുകൊണ്ട് ഈ സമ്മാനം നമുക്ക് തരുമ്പോൾ ആ സമ്മാനത്തിന് പ്രതികൂലമായിട്ടല്ലേ വേണ്ട എന്ന് പറയുന്ന ഒരു മനോഭാവമാണോ നമ്മളിലുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ തമ്പുരാനെ തള്ളിപ്പറഞ്ഞ, തമ്പുരാനെ വിട്ടിക്കൊടുത്ത, തമ്പുരാൻ്റെ മാരിടത്തിൽ കുന്തം മണ്ണ കൊണ്ട് കുത്തി വെച്ച ആ മനുഷ്യരെ പോലെയുള്ള വ്യക്തികളാകും തമ്പുരാൻ നമുക്ക് നൽകുന്ന ഈ ദിവ്യകാരുണ്യം എന്ന് പറയുന്ന സമ്മാനം നമ്മൾ തിരസ്കരിച്ചാൽ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്, ദിവ്യകാരുണ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനവും ആധാരശിലയുമാണ് എന്ന കാഴ്ചപ്പാടിൽ അത് തമ്പുരാൻ എനിക്ക് നൽകിയ, ഈ സഭയിലെ അംഗങ്ങളായിട്ടുള്ള നമുക്കൊക്കെ നൽകിയ ഒരു സമ്മാനമാണെന്ന രീതിയിൽ അവയെ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ആ സമ്മാനം നമുക്ക് കരഗതമാക്കുമ്പോൾ തീർച്ചയായിട്ടും അതുവഴിയായിട്ട് ഒത്തിരി നന്മകൾ നമുക്ക് മറ്റുള്ളവർക്ക് നൽകപ്പെടാനായിട്ട് സാധിക്കും എന്ന കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ഓർമ്മിക്കുക. അതുപോലെ ഇന്ന് പരിശുദ്ധാത്മാവിനെ ആഘോഷപൂർവ്വമായിട്ട് സ്ഥൈര്യലേപനം എന്ന് പറയുന്ന ഉദാസയിലൂടെ അൻപി സ്വീകരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ എന്ത്, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എത്രയുമൊക്കെ ഉള്ളത് നമുക്കറിയാം. എന്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക? അവൻ്റെ ജീവിതത്തിൽ ഈ ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളുമൊക്കെ അവൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് നമ്മളെയൊക്കെ ശക്തരാക്കുന്നവനാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന തിരിച്ചറിവിലേക്ക് വരണം. ഈ ദാനങ്ങളും ഫലങ്ങളും എൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഞാൻ സാധിച്ചില്ല എങ്കിൽ എന്നിൽ വന്നിരിക്കുന്ന ആ പരിശുദ്ധാത്മാവ് അവിടെ വളരെയധികം അവിടെ ചാരമായിട്ട് കിടക്കുന്ന ഒരവസ്ഥയിലാണ്. ആ ചാരത്തിൽ നിന്ന് കനലായിട്ട് നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ എന്നും ജ്വലിപ്പിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും നമ്മുടെ ജീവിതത്തിലൂടെ പ്രതിഫലിക്കുകയുള്ളൂ എന്നുള്ള ആ വലിയ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നവരാണ്. ആ വിശുദ്ധ കുർബാനയെ അർപ്പിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിനായിട്ട് നമ്മൾ രണ്ട് ക്രമത്തിൽ, സീറോ മലബാർ സഭയിലും ലാറ്റി ക്രമത്തിലും മലങ്കര സഭയിലും ഒക്കെ അത് ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന കർമ്മമുണ്ട്. ഈ സമയത്ത് നമ്മളിൽ സ്ഥൈര്യലേപനത്തിലൂടെ വല്ല പ്രവേശ ഉദാസങ്ങളിലൂടെ നമ്മളിലേക്ക് കടന്നു വന്ന ആ പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അത് ജ്വലിപ്പിക്കാതെയാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മൾ ഓർമ്മിച്ചുകൊള്ളുക, നമ്മൾ തമ്പുരാനെതിരെ വലിയ തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ഈ ദിനത്തിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടെ ഈ ലോകത്തിലൂടെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം എപ്പോഴും ആവശ്യമാണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകണം. അവസാനമായിട്ട് വിശുദ്ധ ഡോമിനിക് സ്വാമിയോ താൻ ആദ്യ കുർബാന സ്വീകരിച്ച അവസരത്തിൽ തൻ്റെ മാതാവിനോട് പോയി ചോദിച്ചു, അമ്മേ, ഞാൻ എപ്രകാരം ഇനി ജീവിക്കണമെന്ന അമ്മ ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഡൊമിനിക് സ്വാമിയോടെ അമ്മ അവനോട് പറയുകയാണ്, മോനെ, നീ ഇന്ന് മുതൽ ഈശോയെ സ്വീകരിക്കുന്ന ആ നിമിഷം മുതൽ മോൻ്റെ സംസാരം, മോൻ്റെ പ്രവൃത്തികളെല്ലാം ഈശോയെ പോലെ ആയി തീരാനായിട്ടാണ് നീ ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് സ്നേഹമുള്ളവർ, എനിക്ക് ഈ അന്നി മോളോട് പറയാനുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ്. ജീവിതത്തിൽ ആ അമ്മ ആ മകന് കൊടുത്ത ഉപദേശം പോലെ അന്വിക്ക് നൽകാനുള്ള ഉപദേശം ഇതാണ്. ഈശോ എന്ന് പറയുന്ന ആ ദിവ്യകാരുണ്യനാഥനെ അവൻ്റെ ജീവിതത്തിൻ്റെ സംസ്കാരവും അവൻ്റെ ജീവിതത്തിൻ്റെ പ്രവൃത്തികളും നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ മുന്നോട്ട് പ്രകടിപ്പിക്കാനായിട്ട്, അത് നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകാനായിട്ട് തമ്പുരാനെ കൃപയായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഓരോ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. അതിന് തമ്പുരാൻ അൻപിയെ ഒത്തിരി ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ആദ്യ കുർബാനയും അതുപോലെ സ്ഥൈര്യലേപനവും സ്വീകരിക്കുന്ന അൻപിക്ക് എല്ലാവരുടെയും പേരിൽ അഭിനന്ദനങ്ങളും ആശംസകളും എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൂട്ടാൻ മറ
സുരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നീ സംഗീതത്തിനോട്